അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു യാസീൻ 71. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون. وذللناها لهم فمنها ركوبهم ومنها يأكلون. ولهم فيها منافع ومشارب أفلا يشكرون. واتخذوا من دون الله آلهة لعلهم ينصرون. لا يستطيعون نصرهم وهم لهم جند محضرون. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. സൂറത്ത് യാസീനിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. കുറേ വിഷയങ്ങൾ ഈ സൂറത്തിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉപമകളായിട്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായിട്ടും. ഒന്നാമതായി ഖുർആൻ കേട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ടിട്ടും യാതൊരു ഫലവും ചെയ്യാത്ത മനുഷ്യന്മാർ, മുന്നിലും പിന്നിലും എന്തോ തടവ്, തല മുകളിലേക്ക് മാത്രം ശരിച്ചുകൊണ്ട് യാതൊന്നും തിരിഞ്ഞു നോക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന മനുഷ്യന്മാരെ പറ്റി അള്ളാഹു ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. അവർക്ക് താക്കീര് നൽകിയാലും താക്കീര് നൽകിയിട്ടില്ലെങ്കിലും ഒരു പ്രത്യേകമായ ഫലമൊന്നും ഉണ്ടാവില്ല എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അങ്ങനെയുള്ള ആളുകളായിരിക്കരുത്. തല കൈ രണ്ടും താടക്ക് കൂട്ടിക്കെട്ടി തടവ് പുള്ളികൾ മുകളിലേക്ക് മാത്രം നോക്കുന്ന, തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തടവ് പുള്ളികളെപ്പോലെ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറം ഉപദേശങ്ങളും ദീനും ഉമ്മയും ഉപ്പയും ഗുരുനാഥന്മാരും സുഹൃത്തുക്കളും പറഞ്ഞു തരുന്ന സതുപദേശങ്ങൾ കേൾക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നവരാകരുത് എന്നാണ് ആദ്യത്തെ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ആയത്തുകളിൽ, കുറച്ച് ആയത്തുകളിലായി അള്ളാഹുവിൻ്റെ താക്കീതുകാർ, 1, 2, 3 പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടും യാതൊരു മാറ്റവും വരാതെ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ശകുനം പേപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ ഒരു ജനവിഭാഗം. അങ്ങനെ അവിടെ അയച്ചിരുന്ന, അവരോട് ഉപദേശിക്കാൻ വേണ്ടി അയച്ച ഒരു മനുഷ്യൻ ഹബീബുൻ നജ്ജാർ എന്ന് ചരിത്രത്തിലുണ്ട്. സാഹിബു യാസീൻ, യാസീനിൻ്റെ ചരിത്രപുരുഷൻ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അയാളെപ്പറ്റി അദ്ദേഹത്തെ അവർ കൊന്നു. അദ്ദേഹം പരലോകത്ത് അള്ളാഹു അദ്ദേഹത്തിന്
നല്ല ജീവിതം നൽകി. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അള്ളാഹു തൃപ്തിപ്പെട്ട ആത്മാവായിരുന്നു. അദ്ദേഹം ദുനിയാവിലുള്ള ആളുകളുടെ ആ നിർഭാഗ്യം ഓർത്ത് യാലൈത്ത കൗമി യഅലമൂൻ, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും സ്വീകരിക്കാതെ എന്നെ കൊന്ന ജനങ്ങൾ അള്ളാഹു തആല എനിക്ക് പുറത്തു തരികയും എൻ്റെ പരലോകം രക്ഷപ്പെടുത്തിയതും കണ്ടത് ചെയ്തത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ നാട്ടുകാരെന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലാവരുത്. താക്കീതുകാരായ പ്രവാചകന്മാർ നമുക്ക് വരുന്നില്ല. പ്രവാചകത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അവസാനിച്ചിട്ടുണ്ടെങ്കിലും പ്രവാചകന്മാരുടെ സന്ദേശം നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട്. അത് ആരിൽ നിന്നായിട്ടെങ്കിലും നല്ല ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സ്വീകരിക്കണം, കഴിയുന്നത്ര സ്വീകരിക്കണം. അതല്ലെങ്കിൽ നഷ്ടക്കാരായി പോകും എന്ന കാര്യമാണ് അടുത്ത് കുറേ ആയത്തുകളിലായി അള്ളാഹു സൂചിപ്പിച്ചത്. പിന്നീട് അള്ളാഹു സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകല് എന്നിങ്ങനെയുള്ള ഈ ഭൂമിയിൽ അള്ളാഹു തആല ഒരുക്കി വെച്ച സൗകര്യങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ ആടുമാടുകൾ, അതൊക്കെ പറ്റി അള്ളാഹു അവൻ്റെ റഹ്മത്തും നിഅമത്തുമായി കൊണ്ട് നമുക്ക് ഉണർത്തി തന്നു. എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് ആടുമാടുകൾ, കൃഷികളൊന്നും ഇപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്തായിട്ട് നമ്മളതിനെ കൂടുതലൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ ആരൊക്കെയോ കൃഷി ചെയ്ത് ആരൊക്കെയോ ആടുമാടുകളെ വളർത്തി, അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഏത് കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു പലതരത്തിലുള്ള നിഅമത്തും നൽകിയിട്ടുണ്ട്. ആ നിഅമത്തിന് നന്ദി ചെയ്യണം എന്ന ഒരു കാര്യവും, അതിനുശേഷം ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പുനർജന്മം നൽകപ്പെടുമ്പോൾ ആരാണ് ഞങ്ങൾ ഈ ഉറങ്ങുന്നിടത്ത് നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് കുറഞ്ഞ കാലത്തെ ഒരു ജീവിതമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു അനുഭവം അവൻ അനുഭവിക്കും എന്ന കാര്യം പഠിപ്പിച്ചു. പരലോകത്ത് ചെല്ലുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ സുഖമായി ജീവിക്കും. അന്ന് മലക്കുകളുടെ സമാധാന സന്ദേശം അവർക്ക് കിട്ടും. അന്ന് അവർ ഓർക്കും, പിശാചിൻ്റെ വഴിക്ക് നീങ്ങിയില്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്നവർ ഓർക്കും. പക്ഷേ ആ ഓർത്തത് കൊണ്ട് രക്ഷയില്ല. തിരിച്ചു വന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല. അവനവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ മറുപടി, പ്രവർത്തനങ്ങൾക്കുള്ള മറുപടി അള്ളാഹുവിനോട് പറയേണ്ടി വരും. കളവ് പറയാൻ ശ്രമിച്ചാൽ കൈകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും, കാലുകളെ കൊണ്ട് സാക്ഷി നിർത്തും എന്നിങ്ങനെയുള്ള ഖിയാമത്ത് നാളിൽ വിചാരണ ദിവസത്തിലുണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളും അതുകൊണ്ട് ഈ നിഅമത്ത് തന്ന അള്ളാഹുവിങ്കലേക്ക് നമ്മൾ മടങ്ങണം എന്ന സന്ദേശം കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അതാണ് അവലം യറൗ, അവർ കാണുന്നില്ലയോ. അപ്പം അവർ കാണുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അള്ളാഹ് അവരെ തട്ടി ഉണർത്തുന്നതും ഉത്ബോധിപ്പിക്കുന്നതും. അവർ കാണുന്നില്ലേ. അന്നാ ഖലഖ്നാ ലഹും, അവർക്ക് നാം സൃഷ്ടിച്ചുണ്ടാക്കി കൊടുത്തു. മിമ്മാ അമിലത് ഐദീന, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ്റെ കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് കൈയുണ്ട്, പക്ഷേ നമ്മളെ കൈ പോലെയല്ല. അള്ളാഹു കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ഒക്കെ കാൽത്തണ്ടയുണ്ട്. ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ്? വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല, ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യമായിട്ട് ഒന്നുമില്ല എന്നിങ്ങനെ ഖുർആൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കൈ എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. കൈ എന്നൊരാശയം, അല്ലാതെ ഈ 5 വിരലും ഈ നീണ്ടു കിടക്കുന്ന മുട്ടുകളും അല്ലല്ലോ കൈ എന്ന് പറയുന്നത്. അതിനൊരാശയമുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തിക്കാനുള്ളതാണ് കൈ, മൂവിങ്ങിനുള്ളതാണ് കാല്, കണ്ണ് കാഴ്ചക്കുള്ളതാണ്, ചെവിട് കേൾക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ
നമ്മൾ കാണുന്ന ഒരു ഉപകാരം നമുക്കുണ്ട്. നമ്മളെ കൈ പോലല്ല മറ്റു ജീവികളുടെ കൈ. മൃഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന അവരുടെ കൈയെന്ന് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് വേറെ രൂപത്തിലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കയ്യത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അള്ള പറഞ്ഞത് മിമ്മ അമിലത്ത് ഐദീന, നമ്മുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചത് കാരണത്താൽ അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു കൊടുത്തു അൻആമൻ, ആടുമാടുകളെ. അള്ളാഹു ഇവിടെ പറയുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അവർ ജീവിക്കുന്നത് ആടുമാടുകളെ കൊണ്ടാണ്. പ്രത്യേകിച്ചും ഖുർആനിൻ്റെ സംബോധിതരെ അവർക്ക് ആടും ഒട്ടകങ്ങളും വളരെ അപൂർവമായി മാടുകളും, അതിൽ നിന്നാണ് അവർ കുടിക്കുന്നത്, അതിൻ്റെ പുറത്താണ് അവർ സഞ്ചരിക്കുന്നത്, അതിൻ്റെ തോല് അതിൻ്റെ രോമം എടുത്തുകൊണ്ടാണ് അവർ വസ്ത്രം ഉണ്ടാക്കുന്നത്, അതിൻ്റെ തോലാണ് അവർക്ക് ഷൂ ഉണ്ടാക്കാനും വാളിൻ്റെ ഉറയുണ്ടാക്കാനും വെള്ളം കോരാനുള്ള വെള്ളപ്പാത്രം ഉണ്ടാക്കാനും തൊട്ടി ഉണ്ടാക്കാനും വെള്ളം കൊണ്ടു നടക്കാനുള്ള വെള്ള സംഭരണി ഉണ്ടാക്കാനും തമ്പിൽ മേൽക്കൂര ഉണ്ടാക്കാനും താഴെ വിരിക്കാനും ഒക്കെ തോല് തന്നെയാണ്. അപ്പോൾ അവരുടെ ആടുമാടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന അവരുടെ ജീവിതം മുഴുക്കെ അവർക്ക് തിന്നാനും കുടിക്കാനും ഉറങ്ങാനും യുദ്ധം ചെയ്യാനും ഒക്കെ ചാട്ടവാറ് അത് തോല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ആടുമാടുകളെ കൊണ്ടുള്ള അതിനെ ചുറ്റിപ്പറ്റിയ ജീവിതമാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ആടുമാടുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ആ ആടുമാടുകളെ ഉപയോഗിച്ച് നിങ്ങൾ തിന്നുന്നു, കുടിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾ താമസിക്കുന്നു, നിങ്ങൾ ഉടുക്കുന്നു, ഒക്കെ ആടുമാടുകളെ കൊണ്ടാണ്. പക്ഷെ അത് ഉണ്ടാക്കിയതാരാ? ഞാൻ ഉണ്ടാക്കി തന്നു, എന്നിട്ട് നിങ്ങളെ കയ്യിൽ തന്നു, എന്നിട്ട് നിങ്ങളെ ഉപയോഗിക്കാം. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കി തന്ന ഖാലിക്കായ എന്നെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല, എൻ്റെ കൽപ്പന സ്വീകരിക്കുന്നില്ല. ഇതെത്ര വലിയ നന്ദികേടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നന്ദികേട് നമുക്ക് അല്ലാഹു തആല തന്നതൊക്കെ പഠിച്ചോൻ്റെതാണ്. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മ അമിലത്ത് ഐദീന, നാം നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ, അൻആമൻ ആടുമാടുകളെ നാം അവർക്ക് വേണ്ടി ഉണ്ടാക്കി, ഫഹും ലഹാ മാലിക്കൂൻ, എന്നിട്ട് അതിൻ്റെ ഉടമകൾ അവരാണ്. പഠിച്ചുണ്ടാക്കി തന്ന ആടിൻ്റെയും മാടിൻ്റെയും ഉടമ അവരാണ്. എന്നിട്ട് അതിനെ ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ്, മൃഗങ്ങൾ ബിംബങ്ങൾക്ക് വേണ്ടി അതിനെ നേർച്ചയാക്കുന്നു, അതിന് വല്ല പേരിടുന്നു. അങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി ആ ആടുമാടുകൾ അവർ അറക്കുന്നു, എന്നാൽ അതിനെ അവർ തിന്നുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തിന്നാനും അറക്കാനും അവർക്ക് ആരാധിക്കാനും ഒക്കെ ഉണ്ടാക്കി തന്ന ഈ പടച്ചവൻ, അതിൻ്റെ ഖാലിക്ക്, ആ ഖാലിക്കിൻ്റെ നേരെ തിരിഞ്ഞു നോക്കുന്നില്ല, അത് കാണുന്നില്ല. അവലം യറൗ, അവർ കാണുന്നില്ലേ, നോക്കുന്നില്ലേ, അന്നാ ഖലഖ്നാ ലഹും, അവർക്ക് നാം സൃഷ്ടിച്ചു, മിമ്മ അമിലത്ത് ഐദീന, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതിനാൽ, അൻആമൻ ആടുമാടുകളെ സൃഷ്ടിച്ചു തന്നു, ഫഹും ലഹാ മാലിക്കൂൻ, എന്നിട്ട് അവരാണ് അതിൻ്റെ ഉടമസ്ഥന്മാർ. മാലിക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന്മാർ. മലിക്ക് രാജാവ്, മാലിക്ക് ഉടമസ്ഥൻ. അപ്പം മാലിക്കീങ്ങൾ അവരാണ് എന്ന് മാത്രമല്ല, വദല്ലൽനാഹാ ലഹും, ആ ആടുമാടുകളെ അവർക്ക് നാം കീഴ്പ്പെടുത്തി തന്നു. ദല്ലല എന്ന് പറഞ്ഞാൽ അതിനെ കീഴ്പ്പെടുത്തിയെന്ന്, അവർക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ അതിനെ കീഴ്പ്പെടുത്തി തന്നു. അതിനെ അറക്കാനും തിന്നാനും കുടിക്കാനും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കാനും കുതിരകളെയും ഒക്കെ യുദ്ധത്തിൽ പറ്റിയൊക്കെ അവർ കീഴ്പ്പെടുത്തി തന്നതിൻ്റെ വിശദാംശങ്ങളുണ്ട്, മുഫസ്സിറുകൾ പറയുന്നു. എന്നാൽ കുതിരകൾ, വൽ ആദിയാത്തി ലബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. വൽ ആദിയാത്തി ലബ്ഹ, കിരച്ചുകൊണ്ട് ഓടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. അവർക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്ന കുതിരയാണ്. കാട്ടിൽ സ്വതന്ത്രമായി മേഞ്ഞു നടന്നിരുന്ന വളരെ ശക്തിയുള്ള ഓടാനും ചാടാനും തുള്ളാനും ഒക്കെ കഴിവുള്ള കുതിരയെ അള്ളാഹു തആല അവർക്ക് കീഴ്പ്പെടുത്തി. എന്നിട്ടോ കിതച്ചുകൊണ്ട് ഓടുകയാണ്. ആർക്ക് വേണ്ടി? അതിൻ്റെ യജമാനന് വേണ്ടി. യുദ്ധക്കളത്തിലേക്ക് ലബ്ഹ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ, കുളമ്പടികളിൽ നിന്ന് തീപ്പറപ്പിക്കുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഓട്ടത്തിൻ്റെ ശക്തി കൊണ്ട് കല്ലിലും ചരലിലും തട്ടി കുളമ്പടികളിൽ നിന്ന് തീപ്പൊരി പാറും. കാരണം അടിയിൽ ഇരുമ്പ് വെച്ച് അമർത്തിയ ലാടം അടിച്ചു വെച്ച കുതിരകളാണ്. അത് ചരലിൽ കൂടിയും മലയിൽ കൂടിയും കയറി ഇറങ്ങുമ്പോൾ
തീപ്പൊരി പാറും അങ്ങനെയുള്ള കുതിരകൾ തന്നെയാണ് സത്യം. ഫൽ മുഗീറാത്തി സുബ്ഹ, സുബ്ഹി നേരത്ത് പ്രഭാത നേരത്ത് ആക്രമണം നടത്തുന്ന കുതിരകൾ, പ്രഭാത നേരത്ത് ആക്രമണം നടത്തുന്ന, കാരണം ശത്രുക്കൾ അന്നത്തെ ദ്വന്ദ്വയുദ്ധം രാത്രി പോലെ യുദ്ധം ചെയ്യൂല, നേരം പുലർന്നാൽ യുദ്ധം തുടങ്ങും. അപ്പോൾ നേരം പുലർന്ന് യുദ്ധം തുടങ്ങാൻ നേരാകുമ്പോഴേക്ക് യജമാനനെ പുറത്ത് കയറ്റി കുതിരകൾ ആ തണുപ്പുള്ള സമയത്ത് പോലും കുളമ്പടിയിൽ നിന്ന് തീ പറക്കുന്ന അതിശക്തമായി കിതച്ച് ഓടി ശത്രുവിൻ്റെ മധ്യത്തിലേക്ക് ചാടി ഇറങ്ങും. ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ്അ, അങ്ങനെ പൊടിപടലങ്ങൾ ഇളക്കി വിടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. അല്ലാഹു തആല കുതിരനെ കീഴ്പ്പെടുത്തി. കാട്ടിൽ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ആ ശക്തനായ ജീവിയെ നമ്മളെ രണ്ട് കാൽ കീഴിൽ അല്ലാഹു തആല കീഴ്പ്പെടുത്തിയിട്ട് യജമാനന് വേണ്ടി അതിപുലർച്ചെ ശത്രുവിൻ്റെ മധ്യത്തിലേക്ക് അതിപുലർച്ചെ പൊടിപടലങ്ങൾ ഉണ്ടാക്കി ഓടുന്ന ആ കുതിരനെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് എന്താ അല്ലാഹു പറയുന്നത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. കുതിര അതിൻ്റെ റബ്ബ് യജമാനനായ കുതിരൻ്റെ യജമാനനാണ്, കുതിരൻ്റെ ഉടമ, അതിൻ്റെ പുറത്തുകാരിയിരിക്കുന്നവൻ. ആ യജമാനന് വേണ്ടി ഇത്ര അധികം ത്യാഗം സഹിക്കുന്ന കുതിരയുടെ നന്ദി പോലും ആ കുതിരയെ സൃഷ്ടിച്ച റബ്ബിനോട്, ആ കുതിരയുടെ ഉടമയായ ഖാലിക്കായ മനുഷ്യനില്ലല്ലോ എന്ന് അല്ലാഹു പറയുന്നത്. അതാണ് വദല്ലൽനാലഹും, ആ ജീവികളെ, ആടുമാടുകളെ നിങ്ങൾക്ക്, ആടുമാടുകൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ, മനുഷ്യനെ അടങ്ങുന്ന, മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്ന മൃഗങ്ങളെ, കഴുതകളൊക്കെ ആയിപ്പെട്ട് തന്നെയാണ്, അതിനെ നാം കീഴ്പ്പെടുത്തി തന്നു. ഏത്? സഖറ. സഖറ എന്ന് പറഞ്ഞാലും ദല്ലല എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, കീഴ്പ്പെടുത്തി എന്നാണ്. അതായത് ഉപയോഗിക്കാൻ വേണ്ടി കീഴ്പ്പെടുത്തി എന്നതാണ് ദല്ലല. അവനെ ഉപയോഗിക്കുക. അപ്പോൾ വഴിയൊക്കെ ദല്ലല എന്നാണ് പറയുക, വഴിക്ക് ദല്ലല ലഹുമുത്തരീഖ. സഖറ എന്ന് പറയുന്നതും കീഴ്പ്പെടുത്തിയാണ്, അതിൻ്റെ പ്രയോജനം എടുക്കാൻ വേണ്ടി കീഴ്പ്പെടുത്തിയ. സഖറ ലക്കും മാഫി സമാവാതി വൽ അർദ്. ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നതിന് ദല്ലല എന്നും, എന്നാൽ മനുഷ്യന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാളും എത്ര വലിയ മഹാസൃഷ്ടികൾ മനുഷ്യന് വേണ്ടി അല്ലാഹു തആല ചില സൗകര്യങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതിന് സഖറ എന്നുമാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ആകാശഭൂമികളെ മനുഷ്യന് കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ആകാശഭൂമികളെ നമ്മളെ കാറ്റിനെ കീഴ്പ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. കാറ്റ് അല്ലാഹു തആല കീഴ്പ്പെടുത്തി. നമുക്ക് കാറ്റ് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പോലെ ഇഷ്ടപ്രകാരം കാറ്റിനെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ കാറ്റ് കൊണ്ട് നമുക്കൊരുപാട് ഉപയോഗങ്ങൾ അല്ലാഹു ഉണ്ടാക്കി തന്നു. നമ്മളെ കാലാവസ്ഥയും നമ്മുടെ മഴയും നമ്മുടെ കൃഷികൾക്കൊക്കെ അതിൻ്റെ പ്രജനനത്തിനൊക്കെ കാറ്റിനൊക്കെ കീഴ്പ്പെടുത്തി. ആ നിലക്കുള്ള കീഴ്പ്പെടുത്തലാണ്. ദല്ലലാവുമ്പോൾ നമ്മളെ കയ്യിലിട്ട് നമ്മൾ കീഴ്പ്പെടുത്തുന്നതിനാണ്. അങ്ങനെ രണ്ടൊരു ആശയം അവിടെ ഉണ്ട്. ഏതായാലും വദല്ലൽനാലഹും ഫമിൻഹാ റകൂബുഹും, ആ മൃഗങ്ങളിൽ നിന്ന് തന്നെയാണ് അവരുടെ റക്കൂബ്, അവരുടെ വാഹനം. റക്കിബ എന്ന് പറഞ്ഞാൽ കയറി, മർക്കബ് എന്ന് പറഞ്ഞാൽ വാഹനം, റക്കൂബ് അവരുടെ വാഹനം ആ മൃഗങ്ങളാണ്. പിന്നെ ഒമിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്ന് തന്നെയാണ് അവർ തിന്നുന്നതും. അതിനറുത്ത് അവർ തിന്നും ചെയ്യും. അറക്കോളം അതിൻ്റെ പുറത്ത് കയറി അവർ യാത്ര ചെയ്യും. മരുഭൂമിയിൽ കൂടി എത്രയോ ആഴ്ചകളും മാസങ്ങളും യാതൊരു ക്ഷീണവും കൂടാതെ. വലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിൻ്റെ മുക്കുമൂളുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് ആളുകൾ വന്നുകൊള്ളും എന്ന് പറഞ്ഞല്ലോ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ അത് ദീർഘമായി യാത്ര ചെയ്ത് മെലിയോളം ഒട്ടകങ്ങൾ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ചരക്കുകളും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. അതാണ് റക്കൂബുഹും, ആ മൃഗങ്ങളിൽ നിന്നാണ് അവരുടെ റക്കൂബ്, അവരുടെ യാത്രക്കുള്ള വാഹനം. വമിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്ന് തന്നെയാണ് അവർ തിന്നുന്നതും. അതിൻ്റെ മാംസം തിന്നുന്നു, അതിൻ്റെ പാല് കട്ടിയായി വെച്ച് തിന്നുന്നു, അല്ലെങ്കിൽ പാല് കുടിക്കുന്നു. അങ്ങനെ പലതും അതിൽ നിന്ന് തന്നെയാണ്. വലഹും, അവർക്കുണ്ട് താനും, ഫീഹ, ആ മൃഗങ്ങളിൽ, മനാഫിയു, ധാരാളം ഉപകാരങ്ങളുണ്ട്. അവരുടെ കൃഷി പിന്നെ വിതക്കാനും ഉഴുതാനും മറിക്കാനും, അതുപോലെ ഭാരം ഏറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും
മറ്റു പല ആവശ്യങ്ങൾക്കും മനാഫി മൃഗങ്ങളെ കൊണ്ടുള്ള ഉപകാരം കുറച്ചൊന്നുമല്ലല്ലോ. ഇന്ന് മൃഗങ്ങളുടെ കൊഴുപ്പുകൾ, അതിൻ്റെ കുടൽമാലകൾ, അതിൻ്റെ വേസ്റ്റുകൾ, അതിൻ്റെ കാഷ്ടം, അതിൻ്റെ മൂത്രം ഒക്കെ മനുഷ്യന് ഒരുപാട് ഉപകാരമെടുക്കുന്നതാണ്. അതിലേക്കാണ് അള്ളാഹു മനാഫ്യവും ആ മൃഗങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപാട് മംഫഅത്തുകളുണ്ട്, ഉപകാരങ്ങളുണ്ട്. മശാരിബു, കുറേ മശാരിബുകൾ, മശാരിബ് എന്ന് പറഞ്ഞാൽ ഷുർബ്, പാനീയം, കുടിക്കാനുള്ള സൗകര്യങ്ങളും അല്ലാഹു തആല കൊടുത്തു. ഒട്ടകങ്ങളെ അറക്കുമ്പോൾ അത് സംഭരിച്ചു വെച്ച വെള്ളം വരെ അവർ കുടിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നെ പാല് ഏതായിരുന്നാലും അവർ കുടിച്ചിരിക്കുമല്ലോ. അപ്പോൾ പലതരത്തിലുള്ള പാലുകളും, മൃഗങ്ങളുടെ പാലുകൾ പല രൂപത്തിലും അവർ മാറ്റി ഉപയോഗിക്കുന്ന ഉപകാരം അവർക്കതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങളെ കൊണ്ടാണ് അവർ ഒരുപാട് കാര്യത്തിൽ ഉപകാരവും, അവരെ ഭക്ഷണവും തീറ്റും കുടിയും യാത്രയും ഒക്കെ മനാഫി എന്നുള്ളതിൽപ്പെട്ടതാണ്. മിൻ ഔബാരിഹ വ അസ്വാഫിഹ വ അർവാസിഹ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ രോമം, അതിൻ്റെ വലിയ മുടികൾ, ചെറിയ രോമങ്ങളും അതിൻ്റെ മുടികളും, അതിൻ്റെ റൗസുകളും, വ അബുവാലിഹ അതിൻ്റെ മൂത്രം, അതൊക്കെ അവർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കളായ മൃഗങ്ങളുടെ മൂത്രം നജസല്ല എന്ന് വരെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. തിന്നുന്ന ജീവികളുടെ മൂത്രം നജസല്ല. അവർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുടിക്കാൻ വേണ്ടി ഉപദേശിച്ചിരുന്നു. ചികിത്സക്ക് വേണ്ടി കുടിക്കാമെന്ന് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിലൊരു മ്ലേച്ഛത ഉണ്ട് എന്ന് ചോദിച്ചാൽ അതല്ല, നജസല്ല. അപ്പം അതിൻ്റെ മൂത്രം അത് ഇതിൻ്റെ തഫ്സീറിൽ കാണാം. അതുപോലെ പാല് എന്തായിരുന്നാലും അത് പല രൂപത്തിലും ഉപയോഗിക്കുന്നു. അതൊക്കെ മനാഫികളാണല്ലോ. പിന്നെ അതിൻ്റെ തോല് ഉറക്കിട്ടിട്ട് അത് തന്നെയാണ് അവർ ഉറങ്ങാനും കിടക്കാനും. മെത്തയും വാളിൻ്റെ ഉറയും അവരുടെ ഷൂവും അവരുടെ വെള്ളപ്പാത്രവും, ജിറാബ് എന്നൊക്കെ പറയാം, ജിറാബ് അവരുടെ വെള്ളപ്പാത്രങ്ങളൊക്കെ ഈ തോലിൻ്റെതാണ്. അപ്പം അങ്ങനെ പല ഉപയോഗങ്ങളും അവർക്കുണ്ട് എന്നിട്ടൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഉപയോഗങ്ങൾക്ക് വേണ്ടി ആടുമാടുകളെ ഞാനാണ്ട് സൃഷ്ടിച്ചു തന്നിട്ട് അഫലായിഷ്കുറൂൻ, അവരതിൻ്റെ ഉടമകളായിട്ട് നന്ദി ചെയ്യുന്നില്ലല്ലോ. അഫലായിഷ്കുറൂൻ, അവർ നന്ദി ചെയ്യണ്ടേന്ന്. അപ്പോൾ അല്ലാഹു തആല ഇവിടെ ഖുർആൻ്റെ സംബോധിതർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് നന്ദി ചെയ്യുന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മളോട് എന്തായിരിക്കും? നമുക്ക് അല്ലാഹു തആല തന്ന ഈ ആധുനികമായ ഉപകരണങ്ങളും ഈ സാധനങ്ങളൊക്കെ നമുക്ക് തണുപ്പ് കിട്ടാനും ചൂട് കിട്ടാനും നമുക്ക് കാറ്റ് കിട്ടാനും നമുക്ക് വെളിച്ചം കിട്ടാനും ഏത് കുണ്ടനിടവഴിക്കും സുന്ദരമായി സൂര്യപ്രകാശം പോലെ വെളിച്ചം ഉണ്ടാകാനൊക്കെ ഉള്ള ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു തആല ഈ കാലഘട്ടത്തിൽ അവർക്ക് ആടുമാടുകളെ കൊടുത്ത പോലെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട്. ഇപ്പോൾ വൈദ്യുതി എന്നൊരു സാധനം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. വൈദ്യുതി എന്ന ആ ഒരു പവർ മാത്രം ചിന്തിച്ചാൽ മതി. മനുഷ്യൻ്റെ ജീവിതവുമായി എത്രമാത്രം ബന്ധപ്പെട്ടതാണ് വൈദ്യുതി. അവൻ്റെ ജീവൻ മരണ രോഗങ്ങളുമായി, ചികിത്സയുമായി, അവൻ്റെ ഭക്ഷണങ്ങളുമായി, അവൻ്റെ ജീവിത ആയോധന മാർഗങ്ങളുമായി, അവൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യവുമായി അല്ലാഹു തആല ഇത്ര വലിയൊരു പവർ അല്ലാഹു തആല നമുക്ക് സൃഷ്ടിച്ചുണ്ടാക്കി തന്നല്ലോ. എന്നിട്ടോ അഫലായിഷ്കുറൂൻ, അവർ നന്ദി ചെയ്യുന്നില്ലേ? നമുക്കതാണ് ഇതിലൊക്കെയുള്ള പാഠം. അള്ളാഹ് തന്ന നിഅമത്ത് പല രൂപത്തിലും നമ്മുടെ മുമ്പിലും നമ്മുടെ കയ്യിലുമുണ്ട്. എന്നിട്ട് നമ്മൾ നന്ദി ചെയ്യുന്നില്ലേ? എന്നിട്ട് വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, അവർ സ്വീകരിച്ചിരിക്കുന്നു മിൻ ദൂനില്ലാഹി, അള്ളാഹുവിൻ്റെ പുറമെ, ആലിഹത്തൻ, ദൈവങ്ങളെ. ഇതൊക്കെ ഉണ്ടാക്കി തന്ന് ഈ നിഅമത്ത് കൊണ്ടാണ് നമ്മൾ ആകെ കൂടി ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന നിഅമത്തിൻ്റെ ഉടമകളും നമ്മളാണ്, മാലിക്കീങ്ങൾ നമ്മളാണ്. ആടുമാടുകളുടെ ഉടമകൾ അവരായതുപോലെ അള്ളാഹു നമുക്ക് തന്ന ഈ ആധുനികമായ ഈ കാലഘട്ടത്തിൽ നിഅമത്തിൻ്റെ ഉടമകൾ നമ്മളാണ്. എന്നിട്ടും നന്ദി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ ഉണ്ടാക്കി തന്ന ഖാലിഖായ അള്ളാഹുവിനെ അവർ ആലിഹത്ത്, അള്ളാഹുവിന് പുറമെ മറ്റു പല ഇലാഹുകളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. എന്തിന്? ലഅല്ലഹും യുൻസറൂൻ,
അവർക്ക് നസർ നൽകപ്പെടാൻ വേണ്ടി, നസർ എന്ന് പറഞ്ഞാൽ സഹായം, നാസിർ സഹായി, അതാണ് മൻസൂർ സഹായിക്കപ്പെടുന്നവൻ. അവ ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടാൻ വേണ്ടി. അവർക്കെന്തെങ്കിലും സഹായം കിട്ടണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി തന്ന പഠിച്ചവനോട് അവർ ചോദിക്കൂല, അള്ളാഹു അല്ലാത്ത ഇലാഹുകളോടാണ് അവർ നന്ദി ചെയ്യുന്നതും അവരർപ്പിക്കുന്നതും അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹു അല്ലാത്ത ഇലാഹുകളോട്. എന്നാലോ ആ പ്രാർത്ഥിക്കാനുള്ള കെൽപ്പ് അവർക്കുണ്ടാക്കി കൊടുത്തത് പഠിച്ചവനാണ്, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അള്ളയാണ്. അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. എത്രമാത്രം നന്ദികേടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നന്ദി കെട്ട് ജീവിച്ചാലും നിങ്ങൾ നബിയെ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. അവരങ്ങനെ ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് വലിയ ഷെയറൊന്നും ഇല്ലല്ലോ. അതാ ഫലാ യഹ്സുൻക ഖൗലുഹും, ഫലാ ഹസിന യഹ്സുനു എന്ന് പറഞ്ഞാൽ ലാ യസ്തതിഊന നസ്റഹും, അവരെ സഹായിക്കാൻ ഈ ഇലാഹുകൾക്ക് കഴിയില്ല. അതാണ് അത്ഭുതം. നമ്മളെ സഹായിക്കാൻ അള്ളാഹ് നമുക്ക് ഉണ്ടാക്കി തന്ന ഈ സൗകര്യങ്ങൾ അള്ളാഹ്ക്ക കഴിഞ്ഞത്, അള്ളാഹ് അതൊക്കെ ഉണ്ടാക്കി തന്നത്. ലാ യസ്തതിഊന, അവർ ഇലാഹുകളാക്കി സ്വീകരിച്ച അവർക്ക് കഴിയില്ല, അവരുടെ ഇലാഹുകൾക്ക് നസ്റഹും, ഇവരെ സഹായിക്കാൻ. വഹും, അവരാവട്ടെ ലഹും, ഈ ഇലാഹുകൾക്ക്, ആ മുശ്രിക്കീങ്ങളായ അല്ലാത്തവരെ ആരാധിക്കുന്നവർ, ലഹും, അവരുണ്ടാക്കിയ ഇലാഹുകൾക്ക് ജുന്ദും മുഹ്ളറൂൻ, തയ്യാറാക്കി നിർത്തപ്പെട്ട സൈന്യങ്ങളാകുന്നു. എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന്മാർ ഈ ഇലാഹുകളെ സഹായിക്കാനും അവരെ പ്രതിരോധിക്കാനും അവരെ സ്ഥാപിക്കാനും ഒരു സൈന്യങ്ങൾ കണക്കെ തയ്യാറാക്കി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇലാഹാണ്, ഇത് ദൈവമാണ്. ആ ദൈവത്തെ സംരക്ഷിക്കാൻ, ദൈവത്തിൻ്റെ മേലെ സ്വർണം പൂശാനും ആ ദൈവത്തിന് വേണ്ടി പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇവർ സജ്ജീകരിക്കപ്പെട്ട, മുഹല്ലറു എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ സജ്ജീകരിച്ച് നിർത്തപ്പെട്ട സൈന്യങ്ങളെപ്പോലെ ഇലാഹുകളെ ഡിഫൻഡ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സൈന്യങ്ങളായി നിന്നിട്ട് പോലും ആ ഇലാഹുകൾ വരെ സഹായിക്കുന്നില്ലല്ലോ. പടച്ചോനാണല്ലോ അവരെ, പടച്ചോനല്ലാതെ വേറെ ആരും അവരെ സഹായിക്കാനില്ലല്ലോ എന്ന് മനുഷ്യനെ അല്പമെങ്കിലും ചിന്തിക്കുന്ന മനുഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയാണ്. കുറച്ചെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലായി, ഇതൊന്നും എൻ്റെ ഇലാഹുകളല്ല, എൻ്റെ ഈ പരദൈവങ്ങളല്ല, ഇതൊന്നും സൃഷ്ടിച്ചതും എന്നെ സഹായിക്കുന്നതും എനിക്കിതൊക്കെ കൊണ്ടുപോകുന്നു. നമുക്കൊക്കെ അറിയാലോ. അതാ യസ്ലുബുഹുമുദ്ബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു ളഅഫത് ത്വാലിബു വൽ മത്ലൂബ്. ഈച്ച അവരുടെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന്, ആ ദൈവത്തിൻ്റെ മുമ്പിൽ കാണിക്ക വെച്ച എന്തെങ്കിലും പലഹാരങ്ങളോ മറ്റോ എടുത്തു കൊണ്ടുപോയാൽ, ഒരു ഈച്ചക്ക് എടുക്കാവുന്നത് ഇപ്പം അത്രയേ ഉള്ളൂ, അതിൻ്റെ കാല് കൊള്ളാവുന്നതല്ലേ ഉള്ളൂ. അത്ര ചെറിയ അംശം പോലും, ഭക്ഷണത്തിൻ്റെ ഒരംശം ദൈവത്തിന് കാണിക്ക വെച്ചത് ഒരു ഈച്ച കൊണ്ടുപോയാൽ തടുക്കാൻ ആ ദൈവങ്ങൾക്ക് കഴിയില്ല. എന്നിട്ട് ആ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി സഹായിക്കുകയാണ്, നമ്മളെല്ലാവരും കൂടി കാത്തിക്കുകയാണ് അല്ലേ. അപ്പം നമ്മളാ ഇതിലൊക്കെ ഈ ആര് എടുത്തു എന്നൊന്നും നമുക്ക് അറിയില്ല, അതൊക്കെ രാഷ്ട്രീയമായ പ്രശ്നമാണ് അല്ലേ. എന്നാലും ദൈവത്തിന് വേണ്ടി കാവൽ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാതിലുകളും അതിൻ്റെ സ്വർണങ്ങളും അതിൻ്റെ സ്വർണ്ണപ്പാളികളൊക്കെ അവിടുന്ന് പൊയ്ക്കണമെന്ന് ഉറപ്പാണ്. അത് ആരും ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ആ ബിംബങ്ങളല്ല എന്നുള്ള ഉറപ്പാണല്ലോ. അതിൻ്റെ ഉള്ളിലുള്ള ദേവീ ദേവന്മാരൊന്നുമല്ല അത് എടുത്തു കൊണ്ടുപോയത്. ആരോ കൊണ്ടുപോയില്ല, ആരോ അത് പൊളിച്ച് കൊണ്ടുപോയിട്ട് അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ആർക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കല്ലേ. എന്തൊരു തരത്തിലുള്ള മനുഷ്യൻ്റെ അറിവ് കേടും എത്ര ഒരു ചിന്താശൂന്യതയുമാണ് മനുഷ്യനുള്ളതെന്ന് അന്നാണ് ചിന്തിച്ചൂടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ ആ വലിയ ആളെ കയ്യിലാണല്ലോ ആ മഴു, അയാൾ തോളിൽ കിടക്കുന്നുണ്ടല്ലോ, എന്നാൽ വലിയ ആളോട് ചോദിച്ചു നോക്കി ഇതിനാരെ കുത്തിമുറിച്ചിട്ടെന്ന് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞ ആ ചോദ്യമല്ലേ ഇപ്പം യഥാർത്ഥത്തിൽ തെളിവാകുന്നത്. എന്തിനാ ഈ കലയിക്കേണ്ടത്, ഇതാരാ കൊണ്ടുപോയത് എന്നുള്ളത് അതിന് CBIക്കും അതുപോലെ ഇവർക്കാർക്കും കൊടുക്കണ്ടല്ലോ, അതിനോട് ചോദിച്ചാൽ പോരെ. അതിനല്ല ഇതല്ല ആരാധിക്കുന്നത്. അപ്പം മനുഷ്യന്മാരുടെ ഒരു
ഇതാണ് മനുഷ്യൻ സത്യസന്ധമായി ചിന്തിക്കുന്നില്ല, പക്ഷേ ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതാണ് ലാ യസ്തതിഊന നസ്റഹും, ഈ ഇലാഹുകൾക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. വഹും, അവരാവട്ടെ ലഹും, ഈ ഇലാഹുകൾക്ക് ജുന്തും മുഹ്ളറൂൻ, സജ്ജീകരിച്ച് നിർത്തപ്പെട്ട സൈന്യങ്ങളാണ് താനും, എന്നിട്ട് സഹായിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. വഹും ലഹും ജുന്തും മുഹ്ളറൂൻ എന്ന് പറഞ്ഞാൽ അവർ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നവരാണ്, ഇവരെയും അവരെയും ഹാജരാക്കും. ജുണ്ടില്ല, ശത്രുല്ല, സൈന്യ. ജുനൂദ്, ജുണ്ട് എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ എന്നാണ്. ആ അർത്ഥത്തിലല്ല. പരലോകത്ത് രണ്ടു കൂട്ടരെയും അള്ളാഹു തആല നരകത്തിൽ ഹാജരാക്കും. അതിന് മുമ്പ് രണ്ടാ കൂട്ടരെയും ഒരുമിച്ച് കൂട്ടി ചോദ്യം ചെയ്യും. നിങ്ങൾ വല്ല ആരാധിച്ചിരുന്നോ? ഞങ്ങളോട് ഞങ്ങൾ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു നിങ്ങളോട് ആരാധിക്കാൻ? അങ്ങനെ അവർ തമ്മിൽ പരസ്പരം വാഗ്വാദം നടത്തി രണ്ടു കൂട്ടരെയും അല്ലാഹു തആല നരകത്തിലിടും എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. പക്ഷേ കൂടുതലും മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് വഹും ലഹും ജുന്തും മുഹ്ളറൂൻ എന്ന് പറഞ്ഞാൽ ഇവർ അവരുടെ സഹായികളും സൈനികമായി അവരെ പ്രതിരോധിക്കുന്നവരുമായിരുന്നല്ലോ എന്നാണ്. മറ്റേതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. അവൻ നബിയോട് പറയാണ് ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ കൗല്, അതായത് നബിയെപ്പറ്റി അവർ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ, വ്യാജനാണ്, അങ്ങനെയൊക്കെയുള്ള ഷായിറാണ്, കവിയാണ്, അങ്ങനെയൊക്കെയുള്ള അതൊന്നും ലാ യഹ്സുൻക, നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഹസിന യഹ്സുനു എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചു എന്ന്. അലാ യഹ്സുൻക, നിന്നെ അവിടെ ദുഃഖിച്ചു എന്നുണ്ട്, ദുഃഖിപ്പിച്ചു എന്നുണ്ട്. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്ക് റസൂലെ, ആ വ്യാജവാദികളുടെ വാക്ക് കൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നിങ്ങളതുകൊണ്ട് നിരാശരാകുകയോ ദുഃഖമോ വേണ്ട. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്, മാ യുസിറൂന, അവർ രഹസ്യമാക്കുന്നതും, വമാ യുഅ്ലിനൂൻ, അവർ പരസ്യമാക്കുന്നതും. സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യം, അലന് എന്ന് പറഞ്ഞാൽ പരസ്യം, യൈലാൻ എന്ന് പറഞ്ഞാൽ പരസ്യം എന്നാണ്. യൈലാൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിന് യൈലാൻ എന്നാണ് പറയാം, യൈലാൻ. മറ്റത് സിറ്, രഹസ്യം. അപ്പോൾ അവർ രഹസ്യമാക്കുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയൊക്കെ അവരെ ഉപദേശിച്ചിട്ടും നിങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനെ മാത്രം ആരാധിച്ചോളി ജനങ്ങളെ, ബാക്കിയുള്ളവരാരെയും നിങ്ങൾ ആരാധിക്കല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ സ്വീകരിക്കാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും ദുഃഖം വരാറുണ്ട്. സ്വാഭാവികമാണല്ലോ, ഞാൻ എത്ര പറഞ്ഞു, ബലത് കേൾക്കണില്ലല്ലോ എന്ന്. അതാ ഫല അല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ, ഈ ഖുർആൻ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ പിന്നാലെ നടന്ന് താങ്കൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ദുഃഖിച്ച് നിങ്ങൾ വിഷമിച്ച് നിങ്ങളെ ശരീരങ്ങൾ കേടുവരുത്തിയേക്കാം. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അവരുമാണെങ്കിൽ വിശ്വസിച്ചാട്ടെ, അവരുടെ രഹസ്യവും നമുക്കറിയാം, അവരുടെ പാരസ്യം അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൽ വരവേൽപ്പിച്ചാളി. നമുക്കൊക്കെ പറയാൻ അള്ളാഹ് ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവർ ദുഃഖിക്കേണ്ടതില്ല. അവലം യറൽ ഇൻസാൻ, എന്നിട്ട് മനുഷ്യനോട് പിന്നെ പറയണം, മനുഷ്യരോട് അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കാണുന്നില്ലയോ, അന്നാ ഖലഖ്നാഹു, അവനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്, മിൻ നുത്ഫത്തിൻ, ഒരു ബീജത്തിൽ നിന്ന്, ഫഇദാ ഹുവ ഖസീമും മുബീൻ, അപ്പോഴതാ അവൻ വ്യക്തമായി താർക്കികനായി മാറുന്നു. ഖസീം എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൻ. ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് ഒന്നുമല്ലാതെ മനുഷ്യന് വന്നിട്ടില്ലേ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ, പറയപ്പെടാത്ത ഒരു അവസ്ഥ, ഒരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നില്ലേ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, ഒട്ടിപ്പിടിക്കുന്ന ഒരു ബീജത്തിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. നബ്തലീഹി, എന്നിട്ട് അവനെ നാം പരീക്ഷിക്കുകയായിരുന്നു. എന്നിട്ടോ ഫജഅൽനാഹു സമീഅൻ ബസീറ, ആ ബീജത്തിൽ നിന്നുണ്ടായ മനുഷ്യനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി വലിയ ആളാക്കി മാറ്റി. അതാണ് ഇവിടെയും പറയുന്നത്. എന്താണ്?
അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ, അവനെ നാം ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഫൈദാഹു ഹസീമു മുബീൻ, അപ്പോഴതാ അവൻ ഹസീമാണ്, എന്തിനും തർക്കിക്കാണ്. സൃഷ്ടിച്ച് നമ്മളെ കയ്യിൽ തന്നു അള്ളാഹു, ആടുമാടുകളെ, മറ്റു ജീവിത ഉപകരണങ്ങളെ, സൗകര്യങ്ങളെ. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാതെ, അവനോട് നന്ദി ചെയ്യാതെ വേറുള്ളവരെ ആരാധിക്കുന്നു. എന്നിട്ട് അതിന് തർക്കം പറയാണ്. ഹസീമാണ്, മുബീൻ, പ്രകടമായ തർക്കികൻ. ഏതെങ്കിലും തർക്കത്തിനൊരു പഴുതുണ്ടെങ്കിൽ തർക്കമില്ല, ഒരു പഴുതുമില്ലാതെ വളരെ പ്രകടമായി അവൻ തർക്കിക്കുകയാണ്. ഇത്ര ചെറിയ ഇല്ലാത്ത നിസ്സാര വസ്തുവിൽ നിന്ന് നാം വളർത്തിക്കൊണ്ടുവന്ന ആ മനുഷ്യൻ കയ്യും കാലൊക്കെ വെച്ചപ്പോൾ, കണ്ണും കാതും ഉണ്ടായപ്പോൾ അവൻ തർക്കിക്കുകയാണ്. ഉൽ വലറബലന മസലൻ, അവൻ നമുക്ക് ഉപമയുണ്ടാക്കിയിരിക്കുന്നു. പഠിച്ചവന് ഉപമ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, പഠിച്ചവന് ഇപ്പോൾ വേറെ സൃഷ്ടികളുണ്ട്, വേറെ ദൈവങ്ങളുണ്ട്, നമ്മളെ രക്ഷിക്കാനുള്ള ആളുകളുണ്ട്. അങ്ങനെ അള്ളാനെ പോലെ വേറെയും ദൈവങ്ങളുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളുണ്ട് എന്ന് മനുഷ്യൻ എല്ലാ മതവിഭാഗങ്ങളിലും അള്ളാഹുവിന് തുല്യരായ മസലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ ഇപ്പം ഇങ്ങനെ ഈ അടുത്ത കാലത്താണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. ആകെ കൂടിയും ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന, വിമാനങ്ങൾ കൂട്ടിമുട്ടാതെ നിയന്ത്രിക്കുന്ന, കാറ്റുകളെ നിയന്ത്രിക്കുന്ന, ഇടിയും മിന്നലൊക്കെ നിയന്ത്രിക്കുന്ന, ഖബറിൽ കിടന്ന എല്ലാം നിയന്ത്രിക്കുന്ന ഔലിയാക്കളെ പറ്റിയൊക്കെ ഉണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പണി അവരൊക്കെ ചെയ്യുന്നുണ്ട്. വല്ലറബ്ബലന മസലൻ, അവൻ നമുക്ക് ഉപമകളെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ടോ വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി അവൻ മറക്കുകയും ചെയ്തു. ഞാനെങ്ങനെ ഉണ്ടായത് എന്ന് അവൻ ഓർക്കണില്ല, ഇന്നാരുണ്ടാക്കിയത് എന്ന് നിൽക്കുന്നില്ല. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരു വലിയാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി വഴന്ന് പറയുന്ന ഒരു മതപുരോഹിതൻ, ആ വലിയ ആയിരുന്നോ ഇവനെ സൃഷ്ടിച്ചുണ്ടാക്കിയതെന്ന് അവൻ ഓർക്കണില്ല. അതുപോലെ അവനവനെ, അവൻ്റെ ഖൽഖ്, അവൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി അവൻ മറന്നു കളഞ്ഞു. എന്നിട്ട് വേറെ ആർക്കൊക്കെ, അള്ളാഹ് അല്ലാതെ മറ്റാർക്കൊക്കെ ഇതിനൊക്കെ കഴിവുണ്ട് എന്നവൻ ആരോപിക്കുന്നു. കാല, അവൻ ചോദിക്കുന്നു, മൻ യുഹ്യീ, ആരാണ് ഹയാത്ത് നൽകുന്നവൻ, അൽ ഇളാമ, ഈ എല്ലുകൾക്ക്, വഹിയ റമീം, അത് നുരുമ്പിപ്പോയിട്ടുണ്ടല്ലോ. നുരുമ്പിപ്പോയ എല്ലുകൾക്ക് മണ്ണായി ചേർന്ന് മണ്ണിൽ ലയിച്ച്, റമീം എന്ന് പറഞ്ഞാൽ പൊടിയായി മണ്ണിൽ ലയിച്ചു ചേർന്ന നുരുമ്പുകളായി മാറിയ ഈ എല്ലുകളെ അല്ലാഹു തആല വീണ്ടും കൂട്ടിയോജിപ്പിച്ച് വീണ്ടും പുനർജന്മം നൽകി പരലോകത്തേക്ക് കൊണ്ടുവരും എന്നാണല്ലോ നബിമാർ പറയുന്നത്. ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആരാന്ന് വെച്ചാൽ ആരാന്ന് ചോദിക്കല്ല, ആരുമില്ല, അങ്ങനെ ആരും ചെയ്യൂല. ആരാപ്പം അതൊക്കെ ചെയ്യുക? ആരാപ്പം അതൊക്കെ ചെയ്യുക എന്ന് പറയില്ലേ? ആരും ചെയ്യൂല എന്നുള്ള അർത്ഥത്തിൽ. മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് ഈ എല്ലുകളെ, ഇളാമ് എന്ന് പറഞ്ഞാൽ എല്ല്, അളിമ് എല്ല് എന്ന്, ഇളാമ് എല്ലുകൾ, എല്ലുകളെ. അലീം എന്ന് പറയുമ്പോൾ അത് മഹാൻ, സുബ്ഹാനല്ലാഹിൽ അലീം, അത് മഹാൻ. നേരെ മറിച്ച് ഇളാം എന്ന് പറഞ്ഞാൽ അളിമിൻ്റെ ബഹുവചനമാണ്. എല്ലുകളെ, റമീം, അത് നുരുമ്പി പൊടിയായതിൻ്റെ ശേഷം ആരാണിതിന് ജീവൻ നൽകുന്നത് എന്നവന് സംശയിക്കുന്നു. കുൽ, നബിയെ പറയുക, യുഹ്യീഹ, ആ എല്ലുകൾക്ക് ജീവൻ നൽകുന്നു, അല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യം ആ എല്ലുകളെ ഉണ്ടാക്കിയവൻ. എല്ലുകളാദ്യം എല്ലുകളായിട്ട് ഇങ്ങനെ ഉറപ്പുള്ള എല്ലുകളായിരുന്നില്ലല്ലോ. ഉരുണ്ടതും നീണ്ടതും പരന്നതും ഒക്കെയായിട്ടുള്ള മനുഷ്യ ശരീരത്തിലുള്ള വിവിധ തരം രൂപത്തിലും ഭാവത്തിലുമുള്ള എല്ലുകളെ കൊണ്ടല്ലല്ലോ അതിനെ കൂട്ടിയോജിപ്പിച്ച് മനുഷ്യനുണ്ടാക്കിയത്. പിന്നെ മണ്ണായിരുന്നു, ആ മണ്ണിലായിരുന്നു എല്ലിൻ്റെ അംശങ്ങൾ. ആ മണ്ണിൻ്റെ മുമ്പ്, അതിന് ശേഷം ബീജമായിരുന്നു, ആ ബീജത്തുള്ളിയിലായിരുന്നു എല്ലിൻ്റെ അംശങ്ങൾ, മാംസത്തിൻ്റെയും അംശങ്ങൾ. അത് പിന്നെ എല്ലും ഉറപ്പുള്ള ഭദ്രമായ മനുഷ്യനായി മാറി. അപ്പോൾ ആദ്യം ആ എല്ലുകളെയെല്ലാം മനുഷ്യനാക്കി മാറ്റി ഉണ്ടാക്കിയതാരാണോ അവന് രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കും. ആദ്യം ഒരു സാധനത്തിനെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവനെ വീണ്ടും ആ വസ്തുവിനെ ഇല്ലാതെയാക്കിയിട്ട് തിരിച്ചുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യ പ്രാവശ്യം അതിനെ ഉണ്ടാക്കിയവനാരാണോ
അവൻ വീണ്ടും ജീവിപ്പിക്കും എന്നവരോട് പറഞ്ഞേക്ക്. വഹുവ ബിക്കുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെപ്പറ്റിയും അവൻ അറിവുണ്ട്. ഒറ്റ സെല്ലുകളും 2 സെല്ലുകളും ഒരുപാട് സെല്ലുകളും ഒക്കെയുള്ള സൃഷ്ടികളുണ്ട് ലോകത്ത്. ഏകകോശ ജീവികൾ മുതൽ ബഹുകോശ ജീവികളായിട്ടുള്ള പല ജീവികളും അവർ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശരീരഘടന എന്ന് അള്ളയാണ് അതിനെ ആദ്യമായി ഉണ്ടാക്കിയത്. ആ ആദ്യമായി ഉണ്ടാക്കിയ അള്ളാഹ്ക്ക് അതിനെ വീണ്ടും ഒന്നുകൂടി പുനർജീവിപ്പിക്കാൻ അവന് സാധിക്കും എന്ന് ജനങ്ങളോട് പറയും. ആരാണവൻ? അല്ലദീ ജഅല ലക്കും, നിങ്ങൾക്കുണ്ടാക്കി തന്നവൻ, മിനശ്ശജരിൽ അഖ്ളർ, പച്ചമരത്തിൽ നിന്ന്. അഖ്ളർ എന്ന് പറഞ്ഞാൽ പച്ചപ്പുള്ള, നിറത്തിനും അഖ്ളർ എന്ന് പറയും. അതുപോലെ തന്നെ ആ ഒരു വസ്തുവിൻ്റെ പച്ചപ്പിന്, ഉണങ്ങിയതല്ലാത്ത പച്ചപ്പിനും അഖ്ളർ എന്ന് പറയും. ഇവിടെ പച്ചപ്പുള്ള മരത്തിൽ നിന്ന്, മിനശ്ശജരിൽ അഖ്ളർ, പച്ചമരത്തിൽ നിന്നുണ്ടാക്കി തന്നവൻ, നാറൻ, തീയിനെ. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമുക്കിന്ന് ലൈറ്ററും തീപ്പെട്ടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തീ കിട്ടാൻ. അവരെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിൽ അവർ 1-2 മരങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ മരത്തിൽ നിന്നാണ് അവർ തീയുണ്ടാക്കിയിരുന്നത്. 2 മരങ്ങൾ പച്ചമരത്തിൽ നിന്ന് അതിനെ പരസ്പരം വരുതുമ്പോഴാണ് തീയുണ്ടാകുന്നത് എന്ന് അവരുടെ ജീവിതത്തിൽ കാണാം. അത് ചില മരക്കൊള്ളികൾ, അവർക്ക് മാത്രം അറിയുന്ന മരക്കൊള്ളികൾ, അതിനെ ഉണങ്ങിയ കൊള്ളിയെന്നുണ്ടാവില്ല. പച്ച മരക്കൊള്ളികളെടുത്ത് പരസ്പരം ഉരസിയാൽ അവ നേരെ വിരുദ്ധ വസ്തുക്കളാണ്. പച്ചമരത്തിൻ്റെ ഉള്ളത് ജലാംശമാണ്. അപ്പോൾ ജലാംശമുള്ള പച്ചമരത്തിൽ നിന്ന് ജലത്തിൻ്റെ നേരെ വിപരീത മൂലകമായ തീയിന് അല്ലാഹു തആല ഉണ്ടാക്കി തന്നു. അതാരുണ്ടാക്കിയത്? അതുതന്നെയാണ്, അവൻ തന്നെയാണ് നിങ്ങളെ എല്ലുകളെയും ഉണ്ടാക്കിയത്. അവരെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ അവർക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അള്ളാഹു പറയുന്നത്. മിനശ്ശജരിൽ അഖ്ളരി നാറൻ, പച്ചമരത്തിൽ നിന്ന് തീയുണ്ടാക്കിയവൻ. ഫൈദാ അൻതും, അപ്പോഴതാ നിങ്ങൾ, മിൻഹു, അതിൽ നിന്ന് തൂക്കിദൂൻ, കത്തിച്ചെടുക്കുന്നു. പച്ചമരം ഉരസി അതിൽ നിന്ന് തീപ്പൊരി വരുമ്പോൾ ആ തീപ്പൊരി കത്തിച്ചിട്ടാണ് ദീർഘമായ മരുഭൂയാത്രയിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതും മറ്റും. ആ മരത്തിൽ നിന്ന് തീയുണ്ടാക്കി കത്തിക്കുന്ന, പിന്നെ ആ തീയാണ്ട് ഇല്ലാതാവുകയാണ്. പിന്നെ വേറെ എവിടെയെങ്കിലും എത്തുമ്പോൾ, പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് വേറെ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുന്ന് ഈ 2 മരക്കൊള്ളി എടുത്തിട്ട് അവിടുന്ന് തീയുണ്ടാക്കുകയാണ്. എവിടേക്കാണ് ആ തീ പോയത്? എവിടുന്നാണ് വന്നത്? തീർത്തും വിരുദ്ധമായ പച്ചപ്പുള്ള ജലാംശമുള്ളതിൽ നിന്ന് തീയുണ്ടാക്കി തന്നവൻ അവനാണ് നിങ്ങളെ എല്ലുകൾ നുരുമ്പിയാലും നിങ്ങളെ പുനർജീവിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞേക്ക്. ഫൈദാ അൻതു ഔഖദ യൂഖിദു എന്ന് പറഞ്ഞാൽ കത്തിച്ചു. വഖൂദ് എന്ന് പറഞ്ഞാൽ കത്തുന്ന ഇന്ധനത്തിനാണ് വഖൂദ് എന്നാണ്. നമ്മൾ പെട്രോൾ, ഡീസൽ, ബെൻസിൻ, മണ്ണെണ്ണ ഒക്കെ വഖൂദുകളാണ്, ഇന്ധനമാണ്. വിറകൊക്കെ വഖൂദാണ്. ഔഖദ എന്ന് പറഞ്ഞാൽ കത്തിച്ചു. ഫൈദാ അൻതും മിന്നു തൂഖിദൂൻ, നിങ്ങൾ അതിൽ നിന്ന് കത്തിച്ചെടുക്കുന്നു. അപ്പോൾ അല്ലാഹു തആല അവർക്ക് ബോധ്യമാകുന്ന ഒരു മറുപടി കൊടുക്കുക. പച്ചമരത്തിൽ നിന്ന് തീ തന്ന് നിങ്ങൾ കത്തിച്ച് വേവിച്ചുണ്ടാക്കലുണ്ടല്ലോ, അതാരാണ് ചെയ്യുന്നത്? നിങ്ങളാണോ? അതിനാണെങ്കിൽ പിന്നെ മരം തിരഞ്ഞെടുക്കണ്ടല്ലോ. നിങ്ങൾക്കാണ് തീ ഉണ്ടാക്കി കൂടായിരുന്നോ? വിഭൂതിയിൽ നിന്ന് തീയെടുത്തായിരുന്നല്ലോ. അത് ചെയ്യുന്നില്ല. അപ്പോൾ ആ തീ ഉണ്ടാക്കിയവനും അതില്ലാതെയാക്കുന്നവനും ആ തീ എവിടേക്ക് പോയി എന്നറിയാതെ അത് നമുക്ക് അപ്രത്യക്ഷമാകുന്നതും ആ പഠിച്ചവൻ എല്ല് നുരുമ്പിയാലും അതിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കും. അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും ഖലഖ, സൃഷ്ടിച്ചിട്ടുള്ള, അല്ലദീ, ഒരുവൻ, അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളവനല്ലയോ, ബിഖാദിരിൻ, കഴിവുള്ളവനല്ലയോ, അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരെപ്പോലെയുള്ളവരെയും സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അവയെപ്പോലെയുള്ളവരെയും സൃഷ്ടിക്കാൻ. ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ആ പടച്ചവന് അവരെപ്പോലെയുള്ളതിനെ, അവയെപ്പോലെയുള്ളതിനെ സൃഷ്ടിക്കാൻ കഴിയുകയില്ലേ? ബലാ, അതേ കയ്യും. ഓലതിനെ ബല എന്ന് പറയില്ല. അവരാകാശം, അള്ള സൃഷ്ടിച്ച ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമിക്ക് താഴെ നക്ഷത്രങ്ങളിൽ അടയാളം നോക്കിയിട്ട് മരുഭൂമിയിൽ ദിശ കണ്ട് വഴി കണ്ട് അവരവിടെ എത്തുന്നുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ചവന്
ഇവരെ സൃഷ്ടിക്കാൻ കഴിയൂലേ? അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവജാലങ്ങളെയും പ്രപഞ്ച വസ്തുക്കളെയും സൃഷ്ടിക്കാൻ കഴിയില്ലേ? ബല, കഴിയും. അതെ, അവന് തന്നെയാണ് കഴിയുക. വഹുവൽ ഖല്ലാഖ്, അവനാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ. അൽ അലീം, എല്ലാം അറിയുന്നവനും അവൻ തന്നെയാണ്. എന്ന് മാത്രമല്ല, അവന് സൃഷ്ടിക്കാൻ വേറെ ആരും ആവശ്യം വേണ്ട. ഇന്നമാ അമ്രുഹു, അവൻ്റെ സ്ഥിതി, അവൻ്റെ കാര്യം. ഇതാ അറാദ ശൈഅൻ, വല്ലതിനെയും അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വല്ല കാര്യവും അവൻ ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു, അതിനോട് പറയുക എന്നതാണ്. കുൻ, ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മതി. ഫയക്കൂൻ, അപ്പോൾ അതുണ്ടാകും. അള്ളാഹ്ക്ക് വസ്തുക്കളെ സൃഷ്ടിക്കാൻ അതിന് എന്തെങ്കിലും അതിൻ്റെ വസ്തുക്കൾ, റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് അതിനെ മേടി അതിനെ ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കൊന്നും വേണ്ട. കുൻ, ഉണ്ടാവണം എന്ന് അള്ളാഹു തആല നിർദ്ദേശം നൽകിയാൽ ഫയക്കൂൻ, അതുണ്ടാകും. അതാണ് അള്ളാഹുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം അള്ളാഹു ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ അതാ. മൂസാ നബി അലൈഹി സ്വലാമ കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഫിറഔന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല കടൽ മാറിക്കൊടുക്കണം, അവിടെ തരീഖൻ യബസൻ, ഒരു നല്ല ഉണങ്ങിയ വഴി ഉണ്ടാവണം എന്നാണ് തീരുമാനിച്ചു. അതുണ്ടായി. അള്ളാഹ്ക്ക് അത്രയേ ഉള്ളൂ. ഇതാ അറാദ ഷൈഅൻ അൻ യഖൂല, വല്ലതും ഉദ്ദേശിച്ചാൽ അൻ യഖൂല അല്ലഹു, അതിനോട് നിർദ്ദേശം നൽകുക, പറയുക എന്ന് പറഞ്ഞാൽ അതിന് നിർദ്ദേശം കൊടുക്കുക. കുൻ, ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അതുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയാണ് അള്ളാഹ് ഇതൊക്കെ ഉണ്ടാക്കിയത്, നിങ്ങളാരുമല്ല. അതിനാൽ ഫസുബ്ഹാന, പരിശുദ്ധനാണ്. അല്ലദീ, ഒരുവൻ, ബിയദിഹി, അവൻ്റെ കയ്യിലാണ്, മലക്കൂത്തു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിൻ്റെയും അധികാര കേന്ദ്രം. അതിൻ്റെ മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധികാരമൊക്കെ അവൻ്റെ കയ്യിലാണ്. അവനാണ് പരിശുദ്ധൻ. വ ഇലൈഹി തുർജഊൻ, ആ റബ്ബിങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. അപ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തന്ന് അതിൽ കൂടി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. മറ്റാരോടെന്ത് വിളിച്ചു ചോദിച്ചിട്ടും ഒരു ഉപകാരവും മറ്റുള്ള ജീവജാലങ്ങൾക്കോ നിങ്ങളുടെ ഇലാഹുകൾക്കോ ചെയ്തു തരാൻ കഴിയില്ല. അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിൻ്റെ പടപ്പുകൾ മടങ്ങണം, അള്ളാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കണം എന്ന് അവസാനിപ്പിക്കുന്ന സൂറത്താണ്. അവനിലേക്ക് നമ്മളൊക്കെ ഇനി മടങ്ങി ചെല്ലേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അതനുസരിച്ച് നമ്മളെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ് സൂറത്തു യാസീൻ. മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് ഈ യാസീൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ നമ്മളെ ജീവിതത്തിൻ്റെ അവസാനം കേൾക്കുമ്പോൾ നമുക്കൊരുപാട് ഓർമ്മകളും ഒരുപാട് ബോധങ്ങളും ഉണ്ടാവും എന്നതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്നവർക്ക് യാസീൻ ഓതി കൊടുക്കണം എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ച ആളുകൾക്കല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, കൽപ്പിച്ചിട്ടുമില്ല. മരിച്ചോടത്ത് പോയിട്ട് യാസീൻ ഓതുക എന്ന ഒരു കൽപ്പന ഇസ്ലാമിൽ ഇല്ല. പിന്നെ ഓരോരോ ജീവിത മാർഗം അങ്ങനെയാണല്ലോ. നമ്മൾ ആണ് പോവല്ലേ അല്ലേ? ബാങ്ക് കൊടുക്കാനായി അല്ലേ? എന്താണ് തുടങ്ങണ? എന്താണ് ഡോക്ടറെ? ഇല്ല, അവരതിനൊന്ന് ന്യായം പറയുന്നത്, പിന്നെ ഖുർആന് ഓതുന്നിടത്ത് ബർക്കത്തുണ്ടാവും അല്ലേ? ഖുർആൻ ഓതുന്നിടത്ത് ബർക്കത്തുണ്ടാവും. അല്ല, അതിന് ലക്കിനും മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അപ്പം മരിച്ചവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണം എന്നുണ്ട്. ജീവനില്ലാത്ത അവസ്ഥയ്ക്കാണ് റഖദ എന്ന് പറയുക. റഖദ എന്ന് പറഞ്ഞാൽ നിശ്ചലമായിരുന്നു, നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒരു ലോകം, ഒരു നിശ്ചലമായ ഒരു ലോകം. അത് ഉമ്മം ബാസന ഹാദാമി മർക്കദിന എന്ന് പറയുമ്പോൾ നമ്മളെ ഈ നിശ്ചലാവസ്ഥയിൽ നിന്ന് നമ്മളെ ആരാണ്
ഇത് പിന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖബർ ശിക്ഷ ഇല്ല എന്നല്ല. പിന്നെ ആര് പറയണം നമുക്ക് ഖബർ ശിക്ഷ ഉണ്ടാവണം? ഞങ്ങളെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാണ്? എല്ലാവർക്കും ഖബർ ശിക്ഷ ഉണ്ടാവുമല്ലോ. വിശ്വാസികൾക്ക് ഖബറിൽ യൗമുൽ ബാഴ്സ് വരെ സ്വർഗത്തിൻ്റെ അനുഭവമാണ് ഉണ്ടാകുക എന്നും അവിശ്വാസികൾക്ക് ശിക്ഷയുടെ അനുഭവമാണ് ഉണ്ടാകുക എന്നുമാണ് പറയുന്നത്. അപ്പോൾ സ്വർഗവാസികൾ ഞങ്ങളെ ഈ സുഖാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ആരാണ് ഈ പുനർജീവിപ്പിച്ചതെന്നും മറ്റോല് ഞങ്ങളെ ഈ ദുരിത ഖബറിലെ ശിക്ഷയിൽ നിന്ന് ആരാണ് ജീവിപ്പിച്ചതെന്നും പറഞ്ഞില്ല എന്നല്ലേ ഖബർ നമ്മൾ പറയുന്നത്? ഖബർ ശിക്ഷ ഇല്ല എന്നുള്ളതിന് നബി പറഞ്ഞില്ലേ, അത്തയ്യാത്തിൽ ഒമിൻ അദാബിൽ ഖബർ. അതുപോലെ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ എന്താ വെച്ചാൽ അവർ പറയുന്നത് അതൊരു എന്താണ്, ലോക്കപ്പ് മർദ്ദനമാണ്. അതൊരു അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആരാണ് ശിക്ഷിക്കുക? ഖബറിൽ മനുഷ്യൻ മരിച്ചു പോയില്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ തിന്മ ചെയ്ത് ജീവിച്ച മനുഷ്യന് ഒരു സുഖമല്ലാത്ത ഒരു പ്രയാസങ്ങളുള്ള ഒരവസ്ഥ, നരകത്തിൻ്റെ ഒരു ബോധം വരാനിരിക്കുന്ന ഒരു നരകത്തിൻ്റെ ബോധത്തിലേക്ക് അവരെ തള്ളിയിടും അല്ലാഹു തആല. അതാണ്, അതല്ലാതെ ഓൻ്റെ കയ്യും കാലും ഒടിച്ച് ഓടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ഒരു ബോധമുണ്ട്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്നാലോ അദാബുൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹുവിനെ അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നബി നമസ്കാരത്തിൽ അവസാന സമയത്ത് 4 കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഏതാണ്? അല്ലാഹുവിനെ അഊദു ബിക മിൻ അദാബിൽ ഖബർ, അദാബുൻ നാർ, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 നിന്ന് 3 1 നമ്മൾ നിഷേധിച്ചാൽ ബാക്കി 4 എന്താ തെളിവ്? എന്നാൽ പിന്നെ അദാബുൻ നാറും ഇല്ല. അദാബുൽ ഖബർ ഇല്ലെങ്കിൽ പിന്നെ അദാബുൻ നാറും ഇല്ല. അപ്പോൾ മസീഹുദ് ദജ്ജാലിൽ നമുക്ക് വിശ്വാസമില്ല, അതും ഇല്ല. പിന്നെ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലെ പരീക്ഷണം, അങ്ങനൊരു പരീക്ഷണവും ഇല്ല. അങ്ങനെയാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ശിക്ഷയെ നിഷേധിക്കുക എന്നുള്ളത് കുഫറാണ്. കാരണം അത് ഹദീസ് കൊണ്ട് തെളിഞ്ഞതാണ്. അതെ, നഫ്ഖത്തുൽ ഊല, നഫ്ഖത്തു സാനിയ. അതായത് നഫ്ഖത്തുൽ ഊലയിൽ നമ്മൾ മരിക്കും. 2ാമത്തെ നഫ്ഖത്ത് വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും. അതിന് നമ്മളൊക്കെ എന്താ ശൈലി, നഫ്ഖത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫൂച്ചിട്ടൊരു ഊത്തുണ്ട്, ഊതുക എന്നുള്ള അർത്ഥം നമ്മൾ പറഞ്ഞുകൊണ്ടാണ്. അത് സൂർ എന്ന കാഹളത്തിൽ ഊതുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു അറിയിപ്പ്. മനുഷ്യനെ അല്ലാഹു തആല മരിപ്പിക്കുന്നു, പിന്നെ പുനർജീവിപ്പിക്കുന്നു. എത്രയോ കാലം മുമ്പ്, നൂറ്റാണ്ടുകളായി മരിച്ചു കിടക്കുന്ന ആളുകളുണ്ട്. അവരെ പുനർജീവിപ്പിക്കൽ ഒപ്പമാണ്. പക്ഷേ മരിപ്പിക്കൽ നൂറ്റാണ്ടുകളോ കൊണ്ടാണ് മരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിലുള്ള മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഇല്ലീനിലാണ്, സിജ്ജീനിലാണ് എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ആത്മാവ്, വിശ്വാസികളുടെ ആത്മാവ് ഉയർന്ന ഏതോ ഒരു ഉന്നത തലങ്ങളിലാണ് അല്ലാഹു തആല നിക്ഷേപിക്കുക. എന്നാൽ പിന്നെ ചീത്ത മനുഷ്യന്മാരുടെ ആത്മാവ് ഒരു സിജ്ജീനിലാണ്, മോശപ്പെട്ട അവസ്ഥയിലാണ് നിക്ഷേപിക്കുക. അതൊന്നും നമുക്ക് ഗൈബിയായ കാര്യം അറിഞ്ഞുകൂടാ. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഇല്ലീനും സിജ്ജീനും കെല്ലായിന്ന കിതാബ് അൽ ഫുജാരി ലഫീ സിജ്ജീൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഖുർആൻ്റെ എത്രയോ വാക്കുകൾ നമ്മൾ നിഷേധിക്കണ്ടേ? ആത്മാവൊക്കെ മരിച്ചാൽ ഒരേ മാതിരി തന്നെയാണ് എങ്കിൽ ഈ പറഞ്ഞ ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഒക്കെ നിഷേധിക്കല്ലേ? എന്നിട്ട് എല്ലാ ആത്മാവും ഉറങ്ങിക്കെടുക്കുകയാണ്. പിന്നാണ് ചെന്നിട്ട് വിചാരണ കഴിഞ്ഞ് സ്വർഗവും നരകവും തെറ്റുകാരെയാൾക്ക് മാറ്റുന്നതാണ്. അതിൻ്റെ ഇടക്കാലത്തൊന്നുമില്ല എങ്കിൽ എത്ര ആയത്തും എത്ര ഹദീസും നമ്മൾ തള്ളിക്കളയേണ്ടി വരും? അള്ളാഹു കാത്തുരക്ഷിക്ക് പറയട്ടെ. ഇനി അതിലും ഇൻഷാ അല്ലാഹ് സാഫാത്ത് അടുത്ത ആഴ്ച തുടങ്ങും. കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.